സപ്ലൈകോയുടെ വിപണി ഇടപെടലിന് ധനവകുപ്പ് 100 കോടി അനുവദിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യുന്നതിനാണ് ഈ സഹായം. വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാൻ ഈ തുക ഉപയോഗിക്കാം. സപ്ലൈകോയുടെ ധനപ്രതിസന്ധിയെക്കുറിച്ച് 24 കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. VA ഗിരീഷ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇത് നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഒരു പരിധിവരെ സഹായകമാകുമോ ഗിരീഷ്? ഉന്മേഷ്, ഒരു പരിധിവരെ സപ്ലൈകോയുടെ പ്രതിസന്ധി മറികടക്കുന്നതിന് ഈ തുക പര്യാപ്തമാകും എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പും വിലയിരുത്തുന്നത്. കാരണം കരാറുകാർക്ക് 600 കോടിയാണ് കുടിശ്ശിക നൽകാനുള്ളത്. ഇതിൽ കുറച്ചെങ്കിലും നൽകിയാൽ മാത്രമേ ടെൻഡറിൽ പങ്കെടുക്കൂ എന്ന കരാറുകാർ വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സപ്ലൈകോ പ്രതിസന്ധിയിലായത്. കാരണം നേരത്തെ എത്തിയിരുന്ന സാധനങ്ങൾ തീരുകയും അതോടൊപ്പം തന്നെ കരാറുകാർ ഈ ടെൻഡറിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പുതുതായി സാധനങ്ങൾ സപ്ലൈകോയിലേക്ക് എത്താതായി. ഇതോടെ 13 ഇന നിത്യോപയോഗ സാധനങ്ങളിൽ സബ്സിഡി സാധനങ്ങളിൽ അരിയും വെളിച്ചെണ്ണയും മാത്രമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടായിരുന്നത്. ഇതാണ് സപ്ലൈകോയെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കിയത്. പ്രത്യേകിച്ച് ഓണക്കാലം അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കരാറുകാർ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ബഹിഷ്കരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സപ്ലൈകോയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ 100 കോടി അനുവദിച്ചിരിക്കുന്നു. ഈ 100 കോടി രൂപ കരാറുകാരുടെ കുടിശ്ശിക നൽകുന്നതിനടക്കം വിനിയോഗിക്കാം എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. 35% സബ്സിഡിയോടുകൂടി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കാമെന്നും ധനവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ ഒരു പങ്കെങ്കിലും നൽകിയാൽ കരാറുകാർ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയും സാധനങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഓണക്കാലത്ത് വലിയ തരത്തിലുള്ള ആശ്വാസം സപ്ലൈകോയ്ക്കും അതുവഴി ജനങ്ങൾക്കും ഉണ്ടാകും. കാരണം വിപണി ഇടപെടലിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് സപ്ലൈകോയാണ്. ഉന്മേഷ്, ശരി ഗിരീഷ്, അപ്പോൾ ഒരു പരിധിവരെ സഹായകമാകും ഈ പ്രതിസന്ധി മറികടക്കാൻ സപ്ലൈകോയ്ക്ക് എന്നാണ് VA ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റീന സതീശൻ ഒരു കാര്യം പറയുന്നു. പിള്ളേർ അവധി ചോദിച്ചാൽ ഞങ്ങൾ അമ്മമാർ അടുക്കളയ്ക്ക് അവധി പറയും. അത് വേണ്ടെങ്കിൽ അമ്മമാർ അറിയാതെ അവധി ചോദിക്കുന്നവർ നാളെ സ്കൂളിൽ പോകാൻ തയ്യാറായിക്കോ എന്നാണ് റീന സതീശൻ പറയുന്നത്. സക്കീർ ഹുസൈൻ പറയുന്നു, മഴയും വെയിലും ഒക്കെ കാലാവസ്ഥയുടെ ഭാഗമാണ്, അതിനോട് മല്ലിട്ടാണ് പഴയ തലമുറയിലുള്ളവർ ജീവിച്ചത്, പക്ഷേ ജാഗ്രത പാലിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരുന്നത്.